നവകേരള സദസ്സിന് പിന്നാലെ സംസ്ഥാന മന്ത്രിസഭയിൽ മാറ്റം. മന്ത്രിമാരായ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാജിവെച്ചു. പകരം കെ ബി ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മന്ത്രിമാരാകും. വരുന്ന 29-നാണ് സത്യപ്രതിജ്ഞ. മറ്റു വിഷയങ്ങൾ മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് LDF കൺവീനർ EP ജയരാജൻ പറഞ്ഞു. ആന്റണി രാജു അതുപോലെ തന്നെ ദേവർകോവിൽ രണ്ടുപേരും നമ്മുടെ മുൻ ധാരണയനുസരിച്ച് അവർ രാജി കൊടുത്തു കഴിഞ്ഞു. അത് ആരൊക്കെ പറഞ്ഞിട്ടല്ല, അത് അവരുടെ ആ കക്ഷിയുടെ മന്ത്രിമാരുടെ ഒരു ഉയർന്ന ബോധം തന്നെയാണ് അവർ പ്രകടിപ്പിച്ചത്. അത് രാഷ്ട്രീയമായിട്ടുള്ള ഐക്യമുന്നണി ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പ്രത്യേകതയാണ്. സമർപ്പിച്ചു. നേരത്തെ നിശ്ചയിച്ചതനുസരിച്ച് ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രണ്ട് കക്ഷികളുടെ നേതാക്കൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക. ആ കാര്യത്തിനാണ് നമുക്ക് മുന്നണിക്ക് അംഗീകാരം കൊടുക്കാൻ സാധിക്കുക. അതാണ് മുന്നണി തീരുമാനിച്ചത്. ബാക്കി കാര്യങ്ങളെല്ലാം സത്യപ്രതിജ്ഞ, സമയം, നടപടികളെല്ലാം മുഖ്യമന്ത്രിയെ നിക്ഷിപ്തമായിട്ടുള്ളതാണ്. അത് മുഖ്യമന്ത്രി നിർവഹിക്കും. അവരുടെ വകുപ്പുകളെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കേണ്ടതല്ല, അത് മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ടതാണ്. LDF യോഗത്തിന് മുൻപായി രാവിലെ 10 മണിയോടെ മുഖ്യമന്ത്രിയെ കണ്ടാണ് ഇരുവരും രാജിക്കത്ത് കൈമാറിയത്. ഒരു MLA ഉള്ള ഒരു പാർട്ടിക്ക് മന്ത്രിസ്ഥാനം സ്വപ്നം കാണാൻ പോലും കഴിയില്ല. ഇടതുപക്ഷ മുന്നണിയോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ചതിനുള്ള ഒരു പ്രത്യേക സമ്മാനം എന്ന നിലക്ക് തന്നെയാണ് ഇടതു മുന്നണി ഒറ്റ MLA ഉള്ള പാർട്ടിക്ക് മന്ത്രിസ്ഥാനം നൽകിയത്. അത് ആത്മാർത്ഥത്തോടുകൂടി തന്നെ നന്നായി പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. ഏതായാലും മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നും ജനങ്ങളിൽ നിന്നുമൊക്കെ വലിയ പിന്തുണ ലഭിച്ചുകൊണ്ടാണ് നന്നായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നത്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു MLA എന്ന നിലക്ക് കോഴിക്കോട്ട് സൗത്ത് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സജീവമായി മണ്ഡലത്തിലുണ്ടാകും. അതോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് നിലക്ക് സംസ്ഥാന തലത്തിലും പ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടാകും. 2.5 വർഷം മന്ത്രിയായിരിക്കാനായിരുന്നു LDF ധാരണ. അനുസരിച്ച് മുഖ്യമന്ത്രി രാവിലെ കണ്ടു. ഞാൻ രാജി സമർപ്പിക്കുകയാണ് ഉണ്ടായത്. ഇനി തുടർന്ന് ഞാൻ MLA എന്ന നിലയ്ക്ക് തിരുവനന്തപുരം നഗരത്തിൻ്റെ MLA ആണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിലെ MLA ആയി തന്നെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും. കൂടുതൽ നിയോജക മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണ വേണമെന്നും വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച് ഉപദ്രവിക്കരുതെന്നുമായിരുന്നു KB ഗണേഷ് കുമാറിന്റെ പ്രതികരണം. ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളുടെ ഭാഗത്തും മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്നും എല്ലാ പിന്തുണയുണ്ടാകണം. വെറുതെ എന്നെ ഒരു വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ച് ദയവേത് ഉപദ്രവിക്കരുത്. കാരണം ഞാൻ ഒന്നിനുള്ള ആളല്ല. നന്നായി ഒരു ജോലി ചെയ്യാൻ മുഖ്യമന്ത്രി ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ എല്ലാവരും സഹായിക്കും. ഏതു വകുപ്പായാലും ചുമതല സത്യസന്ധതയോടെ കൈകാര്യം ചെയ്യുമെന്ന് രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ നേതൃത്വ തീരുമാനം ഇന്ന് നടപ്പിലാകുന്നു എന്നുള്ളതാണ് അതിൽ സ്വാഭാവികമായ ഒരു കാര്യം. അപ്പുറത്തൊന്നും അതിൽ കൂട്ടിച്ചേർക്കാനോ പറയാനോ ഇല്ല. സന്തോഷത്തിന്റെ സന്താപ വിഷയമല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിലും ഞാനുണ്ടായിരുന്നു. പിന്നെ അതിന് മുമ്പ് BSന്റെ മന്ത്രിസഭയിലും കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും സവിശേഷതകളും പ്രത്യേകതകളും അങ്ങനെ ചുമതല വഹിക്കാൻ നിയുക്തനാകുന്നില്ല. ആ നിയുക്തമാകുന്ന ചുമതല വളരെ വിനയപൂർവ്വം സത്യസന്ധമായി വിശ്വാസ്യതയോടുകൂടി സത്യസന്ധതയോടുകൂടി കൈകാര്യം ചെയ്യാവുന്നതാണ് എൻ്റെ വിനീതമായ പ്രാർത്ഥനയും ആഗ്രഹവും. ഏത് വകുപ്പായിരുന്നാലും ആ വകുപ്പിനോട് നീതി പുലർത്തുക, ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ്. കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. കിരൺ, മുഖ്യമന്ത്രി തീരുമാനിക്കും വകുപ്പുകളെന്നാണ് EP ജയരാജൻ വ്യക്തമാക്കിയത്. തൽക്കാലം വകുപ്പുകളിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ ചില വകുപ്പുകൾ ചോദിച്ചിട്ടുണ്ട് എന്നും വ്യക്തമാകുന്നുണ്ട്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഒപ്പം നേരത്തെ കിരൺ പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവും ഇല്ലാതെ ഒരു മന്ത്രിസഭാ മാറ്റം അതും സംഭവിച്ചു LDFൽ. രഞ്ജിത്തെ, ആദ്യ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ വകുപ്പുകൾ സംബന്ധിച്ചാണ്. വകുപ്പുകൾ സംബന്ധിച്ച് ഇടതുമുന്നണി കൺവീനർക്ക് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വകുപ്പുകൾ പ്രഖ്യാപിക്കാത്തത്. പക്ഷേ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഏത് വകുപ്പ് ആർക്ക് വേണമെന്നത് സംബന്ധിച്ച് ഇടതുമുന്നണിയിൽ തന്നെ കൃത്യമായ ധാരണ ഉണ്ടാക്കിയ ശേഷം മാത്രമാണ് മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ള അധികാരമുള്ളത് മുഖ്യമന്ത്രിക്കാണ്. മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും മുമ്പ്, അത് ഗവർണർ അറിയിക്കും മുമ്പ് മറ്റു തരത്തിൽ അറിയിക്കുന്നതിനകത്ത് സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് അറിയിക്കാതിരുന്നത്. പക്ഷേ KB ഗണേഷ് കുമാറിനെ അതിനുശേഷം നമ്മൾ ന്യൂസ് 18-നുമായി സംസാരിച്ചിരുന്നു. അപ്പോഴടക്കം നമ്മൾ ചോദിച്ചത് അങ്ങനെ ഒരു വകുപ്പ് ലഭിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ വളരെ കൃത്യമായി തന്നെയാണ് അദ്ദേഹം KSRTCയിൽ ഏതെല്ലാം തരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, KSRTCയിൽ എങ്ങനെ കൃത്യമായ ശമ്പളം കൊടുക്കുക എന്ന രീതിയിലേക്ക് വരുത്താം, എങ്ങനെ KSRTCയെ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് വരുത്താം എന്നടക്കം വളരെ കൃത്യമായി തന്നെ പറയുന്നത്. അവിടെയും വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന് ഏത് വകുപ്പാണ് ലഭിക്കുന്നത് എന്നുള്ളത്. രാമേന്ദ്രൻ കടന്നപ്പള്ളിയെ സംബന്ധിച്ചും അദ്ദേഹത്തിനും ഏത് വകുപ്പാണ് ലഭിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഏറെക്കുറെ വ്യക്തമാണ്. പഴയ വകുപ്പുകൾ തന്നെ മാറ്റുക, മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിനകത്ത് അങ്ങനെ കാര്യമായ മാറ്റങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ളതാണ് ഇടതുമുന്നണിയുടെ നിലപാട് എന്നാണ് ഇപ്പോൾ
അറിയുന്നത്. ഇനി ഏതെങ്കിലും ചെറിയ വകുപ്പുകളിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ. എന്തായാലും പ്രധാനപ്പെട്ട വകുപ്പ് മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോഴത്തെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നു വന്നാൽ ഇത് അനായാസമായി തന്നെ ഇങ്ങനെ ഒരു ഭരണമാറ്റം, മന്ത്രിമാരുടെ മാറ്റം സാധ്യമാകുന്നു. അതാണ് ഏറ്റവും പ്രധാനം എന്ന് വേണമെങ്കിൽ പറയാം. സാധാരണഗതിയിൽ ഏത് മുന്നണിയിലായാലും ഒരു കാലത്ത് ഒരു തീരുമാനമെടുക്കും. ആ കാലത്ത് തീരുമാനമെടുക്കുന്നതിൽ നിന്ന് പിന്നീട് അത് സാധ്യമാകാം, അല്ലെങ്കിൽ വാഗ്ദാനം നൽകി കഴിഞ്ഞാൽ ആ കാലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യത്യസ്തമാകാറുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നീട് അത് പലപ്പോഴും സാധ്യമാകുന്ന അവസ്ഥയൊന്നുമില്ല. ഇടതുമുന്നണിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം വിഭജിച്ച് നൽകുക എന്നുള്ളത് ഒരു കാലത്ത് ഇടതുമുന്നണി അത്തരം ഒരു നയം തന്നെ സ്വീകരിച്ചിരുന്നില്ല. മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ അധികാരം വിഭജിച്ച് നൽകിക്കൊണ്ട് ഒരു സഖ്യം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ തവണ തീരുമാനിച്ചത് 4 പ്രധാനപ്പെട്ട ഇടതുമുന്നണി ഘടക കക്ഷികൾക്കാണ് അന്ന് ഒറ്റ MLA-മാർ മാത്രം ഉണ്ടായിരുന്നത്. മറ്റൊരു 5ാമത്തെ പാർട്ടി എന്ന് പറയുന്നത് അന്ന് LJD ആയിരുന്നു. പക്ഷേ LJD-യും JDS-നെയും ഒറ്റ ഘടകമായി മാത്രമേ കാണാൻ കഴിയൂ. JDS ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നപ്പോഴാണ് LDF-ന്റെ ഭാഗമായത്. അവർ ഭിന്നിച്ചു എന്ന് കരുതി 2 ഘടകമായി കാണാൻ കഴിയില്ല. നിങ്ങൾ യോജിച്ച് നിന്ന് നിങ്ങളുടെ ഒരു മന്ത്രിസ്ഥാനം ഏറ്റെടുക്കൂ എന്നുള്ള പ്രഖ്യാപനമാണ് അന്ന് നടത്തിയത്. പക്ഷേ ആ യോജിപ്പ് കഴിഞ്ഞില്ല. അതിനുശേഷം പിന്നീട് LJD നിന്നവർ RJD-യിലേക്ക് കഴിഞ്ഞ ഇടയ്ക്ക് RJD-യിലേക്ക് പോവുകയും RJD ലയിക്കുകയും ഒക്കെ ചെയ്തു. RJD ഘടകമായിട്ടാണ് നിൽക്കുന്നത്. അത് ആദ്യം തന്നെ തീരുമാനിച്ചതാണ്. അങ്ങനെ പ്രത്യേകിച്ചൊരു വകുപ്പില്ല. മറ്റ് 4 പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന് പറയുന്നത് ജനാധിപത്യ കേരള കോൺഗ്രസ്, അതിൻ്റെ നേതാവ് ആന്റണി രാജു, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എസ്, അതിൻ്റെ നേതാവ് രാമേന്ദ്രൻ കടന്നപ്പള്ളി, മറ്റൊന്ന് കേരള കോൺഗ്രസ് ബിയുടെ നേതാവ് KV ഗണേഷ് കുമാർ, മറ്റൊന്ന് INL-ന്റെ നേതാവ് അഹമ്മദ് ദേവർകോവിൽ. ഇതിൽ അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും മുമ്പ് മന്ത്രിമാരായിട്ടുള്ളവരല്ല. മറ്റ് 2 പേരും ഇപ്പോൾ മന്ത്രിമാരാവുന്ന KV ഗണേഷ് കുമാർ ആയാലും അല്ലെങ്കിൽ രാമേന്ദ്രൻ കടന്നപ്പള്ളി ആയാലും അവർ 2 പേരും മുമ്പ് മന്ത്രിമാരായിരുന്നിട്ടുള്ളവരാണ്. ആ നിലയ്ക്ക് കൂടി ആദ്യം മന്ത്രിമാരായിട്ടില്ലാത്ത ഈ 4 പാർട്ടികൾ 2 പാർട്ടികളുടെ പ്രതിനിധികൾക്ക് അവസരം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. 2.5 വർഷം വീതം ഈ 4 പാർട്ടികൾക്ക്, 2 പാർട്ടികൾക്ക് ആദ്യത്തെ 2.5 വർഷം, അതിനുശേഷമുള്ള 2 വർഷം അടുത്ത 2 പാർട്ടികൾക്ക് എന്നുള്ളതായിരുന്നു തീരുമാനം. അത് ഏത് വകുപ്പ് മാറുമ്പോൾ ആർക്ക് എന്നുള്ള തരത്തിലും ഒരു അനൗദ്യോഗികമായ ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് കേരള കോൺഗ്രസിൻ്റെ വകുപ്പ് മാറുമ്പോൾ അത് കേരള കോൺഗ്രസ് ബിയുടെ തന്നെ KV ഗണേഷ് കുമാർ ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ INL-ന്റെ സ്ഥാനം മാറുമ്പോൾ തുറമുഖ, പുരാവസ്തു, മ്യൂസിയം വകുപ്പുകളാണ്. ഈ വകുപ്പുകൾ പ്രധാനമായും തുറമുഖ വകുപ്പാണ്. ആ തുറമുഖ വകുപ്പ് അടുത്ത സ്ഥാനത്തിലേക്ക് വരുന്നത് കേരള കോൺഗ്രസ് എസിലെ രാമേന്ദ്രൻ കടന്നപ്പള്ളിക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഇത് ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങളോ അല്ലെങ്കിൽ അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ പരസ്യമായ അവകാശവാദങ്ങളോ ഒക്കെ ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ അത്തരം ഒരു തീരുമാനത്തിലേക്ക് ഇടതുമുന്നണിക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് സ്വാഭാവികമായും ഇടതുമുന്നണിയെ സംബന്ധിച്ച് വലിയ നേട്ടം കൂടിയാണ്. അത് മറ്റൊരു രാഷ്ട്രീയ സന്ദേശം കൂടി വലതുമുന്നണിയിൽ നിൽക്കുന്ന UDF-ൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്നുണ്ട്. കാരണം ഇവിടെ ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കപ്പെടും. എത്ര ചെറിയ ആളുകളായാലും ആദ്യം എന്താണോ നിങ്ങളെ പാർട്ടിയിൽ എടുക്കുമ്പോൾ അല്ലെങ്കിൽ തീരുമാനമെടുക്കുമ്പോൾ എന്താണോ തീരുമാനിക്കുന്നത് ആ വാക്ക് പിന്നീട് ഉറപ്പായും പാലിക്കപ്പെടും എന്നുള്ളതാണ്. അഹമ്മദ് ദേവർകോവിലിന്റെ പ്രതികരണത്തിൽ നിന്ന് അടക്കം അത് വ്യക്തമാണ്. ദീർഘകാലം ഇടതുമുന്നണിയുമായി സഹകരിക്കും, എന്നാൽ ഇടതുമുന്നണിയുടെ ഭാഗമാകാൻ അംഗീകരിച്ചിരുന്നില്ല. അത് നമ്മൾ ആലോചിക്കണം. VS അച്യുതാനന്ദനെ പോലുള്ള ഒരു നേതാവിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ VS-നെ അതിൻ്റെ ആശയത്തെ അനുകൂലിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഉന്നയിച്ചിരുന്ന അല്ലെങ്കിൽ പാർട്ടിയുടെ മുൻ നിലപാടനുസരിച്ചുള്ള എതിർപ്പായിരുന്നു. അങ്ങനെ ഒരു പാർട്ടിയെ ഒരു തരത്തിൽ മതത്തിൻ്റെ പശ്ചാത്തലമുള്ള ഒരു പാർട്ടിയെ ഏതെങ്കിലും തരത്തിൽ മുന്നണിയുടെ ഘടകകക്ഷിയാക്കേണ്ടതില്ല എന്നുള്ള തീരുമാനമായിരുന്നു. പക്ഷേ ദീർഘകാലമായി INL ഇടതുമുന്നണിയുമായി സഹകരിച്ചു വരുന്ന പാർട്ടിയാണ്. അവിടെയൊന്നും ഇടതുമുന്നണി ആ തരത്തിലേക്ക് ഒരു അവസരം INL നൽകിയിരുന്നില്ല. ഇത്തവണ ഒരു MLA മാത്രമാണ് INL ഉണ്ടായിരുന്നത്. പക്ഷേ ആ MLA-ക്ക് ആദ്യ തവണ തന്നെ 2.5 വർഷത്തേക്കുള്ള മന്ത്രിസ്ഥാനം നൽകി. അങ്ങനെയാണ് അഹമ്മദ് ദേവർകോവിൽ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ 2 പേരുടെയും മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി ആന്റണി രാജുവിനും അത്തരത്തിലൊരു മന്ത്രിസ്ഥാനം നൽകുന്നു. ഈ 2 പേരെയും അനായാസമായ രീതിയിലേക്ക് മാറ്റിക്കൊണ്ട് പുതിയ 2 മന്ത്രിമാർ വരുന്നു. അതാണ് സാഹചര്യം. ഏതായാലും മന്ത്രിമാർ മാറുന്നു. മന്ത്രിസഭയുടെ മുഖം മിനുക്കുന്നതിൻ്റെ തന്നെ ചില ഭാഗമായി തന്നെ ഇതിനെ കാണണം. ഒപ്പം നേരത്തെയുള്ള 2 പേർക്കും നൽകിയ വാഗ്ദാനം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. മന്ത്രിമാർ നിയുക്ത മന്ത്രി KV ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിനെ മെച്ചപ്പെടുത്താൻ ചില ആശയങ്ങൾ മനസ്സിലുണ്ടെന്ന് ന്യൂസ് 18-നോട് പറഞ്ഞു. മുഖ്യമന്ത്രി അനുവദിച്ചാൽ തീരുമാനം നടപ്പിലാക്കും. തൊഴിലാളികളെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകും. ഫയലുകൾ കൂടുതൽ നാൾ പിടിച്ചുവെക്കുന്നത് അഴിമതിയാണെന്നാണ് തന്റെ നിലപാടെന്നും KV ഗണേഷ് കുമാർ പറഞ്ഞു. നിയുക്ത മന്ത്രി KV ഗണേഷ് കുമാറാണ് നമുക്കൊപ്പം ഉള്ളത്. ആദ്യം തന്നെ പുതിയ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നതിൽ ന്യൂസ് 18 പ്രേക്ഷകരുടെ എല്ലാ ആശംസകളും നേരുകയാണ്. ഒരുപാട് കാലത്തെ മന്ത്രി എന്ന നിലയിലുള്ള അനുഭവ പരിചയം, ഒപ്പം MLA എന്ന നിലയിലുള്ള ഇടപെടലുകൾ. ഇനിയിപ്പോൾ വകുപ്പ് ഔദ്യോഗികമായി പറയാൻ കഴിയില്ലെങ്കിലും ഇനി ഗതാഗതമാണ് എന്ന് കരുതുക. എന്താണ് പ്രധാന വെല്ലുവിളി? അല്ല, ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അതിനെ എങ്ങനെയെങ്കിലും കരകയറ്റിക്കൊണ്ടാണുള്ള അശ്രാന്തമായ പരിശ്രമം നടത്തും, വളരെ സിൻസിയറായി. പിന്നെ എല്ലാ ദുർച്ചെലവുകളും ഒഴിവാക്കണം. പിന്നെ അനാവശ്യമായ ഓട്ടങ്ങൾ, ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ചെലവ് കുറച്ചിട്ട് വരവ് കൂട്ടുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഒരു വ്യത്യാസം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരവ് കൂട്ടുക, ചെലവ് കുറയ്ക്കുക, അതൊരു സാധാരണ മുറുക്കാൻകടയിലെ സാമ്പത്തിക ശാസ്ത്രമാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ KSRTC ജീവനക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പെൻഷനും
അവരുടെ ശമ്പളവും 1-ാം തീയതി കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് നമുക്കൊരു എത്ര കാലം കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയും? ഇപ്പോൾ പറയാനൊക്കത്തില്ല. മന്ത്രിയായി അദ്ദേഹം മുഖ്യമന്ത്രി വകുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം, വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഞാൻ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും എല്ലാ കണക്കുകളെടുത്ത് പരിശോധിച്ചു. ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ കൃത്യമായി ഒരു ധാരണ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ കൊടുക്കാൻ പറ്റുമെന്ന് പറയാനൊക്കത്തില്ല. പക്ഷേ ഞാൻ ആലോചിക്കുന്നത്, കഴിഞ്ഞ ദിവസം ഇവിടെ ദൂരപ്രദേശത്ത് എന്നെ കാണാൻ 2 സഹോദരിമാർ വന്നു. ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞങ്ങൾ പെൻഷനായവരാണ്, 7 മാസമായി, ഒരു ആനുകൂല്യം കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മന്ത്രിയല്ല എന്ന് പറഞ്ഞു. എന്നാലും സാറ് വരുവാണെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞ് വന്നതാണെന്ന് പറഞ്ഞു. ആ ഒരു സ്നേഹമുണ്ടല്ലോ, അത് തീർച്ചയായിട്ടും ഞാനത് കാണും. മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് അതിന് എന്താണ് ഒരു പരിഹാരം എന്ന് നമ്മൾ നോക്കാം. അല്ല പെട്ടെന്നൊരു ദിവസം പറയാം. താങ്കൾ തന്നെ പറഞ്ഞനുസരിച്ച് ജനങ്ങളുടെ ആ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ നിറവേറ്റാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസമുണ്ടോ? രാഷ്ട്രീയത്തിനൊക്കെ അതീതമായിട്ട് ഞാനൊരു മന്ത്രിയായതിൽ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിൽ. തീർച്ചയായിട്ടും അവരെ പ്രതീക്ഷയ്ക്ക് ഒരു ദോഷം വരത്തില്ല. ഇതിനകത്ത് തൊഴിലാളികൾക്കും വിശ്വസിക്കാം ഇതിന്റെ തുറച്ച. ഞാൻ തൊഴിലാളികളുടെ ഒരു നേതാക്കന്മാരുടെ ഒരു പ്രസ്താവന ഉണ്ടപ്പോൾ അതിനകത്ത് കണ്ടത്, ശരിയായ കണക്കുകളില്ല എന്നവർ പറയുന്നുണ്ട്. അത് പരിശോധിക്കും. അത്തരത്തിൽ കണക്കില്ലാതെ ഇനി മുന്നോട്ട് പോകില്ല. പിന്നെ ഏറ്റവും ആധുനികമായ സിസ്റ്റം അത് മനസ്സിലുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് ഞാനത് അദ്ദേഹത്തിന് പ്രപ്പോസൽ കൊടുക്കും. അദ്ദേഹം അത് അംഗീകരിച്ചാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പുതിയ അത്യന്താധുനിക സിസ്റ്റം എല്ലാം ഈ ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ പണ്ട് സ്പെയർ പാർട്സ് വാങ്ങുന്ന കമ്പ്യൂട്ടറായിരുന്നു, സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത്. പേയ്മെന്റ് കൊടുക്കുന്നത് സോഫ്റ്റ്വെയർ ആയിരുന്നു. അപ്പോൾ കൈക്ക് അഴിമതിയില്ല, ആർക്കും ഒരു ആനുകൂല്യമില്ല, എല്ലാവർക്കും ഒരേ തുല്യ നീതിയാണ്. അതുപോലെ സിസ്റ്റത്തിലേക്ക് തന്നെ പോകും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. KSRTCയുടെ പ്രതിച്ഛായ മാറ്റം, KSRTCയുടെ പ്രതിച്ഛായ പൂർണ്ണമായി മാറും. മന്ത്രിക്ക് ആർക്കും ഒന്നും ചെയ്യാനില്ല, മന്ത്രിക്ക് ആർക്കും പൈസ കൊടുക്കാനുമില്ല, മന്ത്രിക്ക് ആരും ഒന്നും വേണ്ട. അതുകൊണ്ട് സുതാര്യമായി മുന്നോട്ട് പോയാൽ നമുക്ക് വളരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലോകത്ത് ഇന്ന് ഒരുപാട് ടെക്നോളജികളുണ്ട്. ആ ടെക്നോളജികളെ നമ്മൾ KSRTCയിലേക്ക് ഉപയോഗിക്കുക, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഉപയോഗിക്കുക. നീതിപൂർവ്വമായിരിക്കണം കാര്യം. അഴിമതിയൊക്കെ സംബന്ധിച്ച് വലിയ ആരോപണങ്ങൾ താഴെത്തട്ടിലൊക്കെ ജനങ്ങൾക്ക് എപ്പോഴും പരാതിയൊക്കെ ഉള്ളൊരു വകുപ്പാണ്. ആ തരത്തിൽ ഏതായാലും ഇടപെടൽ അതൊക്കെ മാറ്റാം. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയട്ടെ, അറിഞ്ഞിട്ട് അതിന് പരിഹാരം കണ്ടുപിടിക്കുക. ഇപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. കാരണം ഞാൻ ഈ ഭരണവുമായിട്ട് MLA യുടെ പണിയല്ലാതെ ഭരണവുമായിട്ട് ഒരു അടുപ്പമില്ലാതെ നമ്മളെ മന്ത്രിയൊന്നുമല്ല, നമ്മളതിന്റെ ഭാഗമാണ്. നിയമസഭയിൽ വരുമ്പോൾ സർക്കാരിനെ പിന്തുണച്ച് നിൽക്കും, പുറത്തിപ്പോൾ സർക്കാരിനെ പിന്തുണച്ച് നിൽക്കും എന്നുള്ളതല്ലാതെ നമുക്കിതിന്റെ യഥാർത്ഥ അഴിമതി എന്താണെന്നോ ആരെങ്കിലും പരാതി പറയുമ്പോഴേ നമുക്കറിയാനോ. ആ പരാതി നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. MLA ആയിരിക്കുമ്പോൾ ചില നേരങ്ങളിലെങ്കിലും പ്രതിപക്ഷ സ്വരം തോന്നുന്ന കുറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടലുകളോ ഒക്കെ പലപ്പോഴും നടത്തുന്ന ഒരാളാണ്. ഇനി പക്ഷേ മന്ത്രിയായി കഴിഞ്ഞാൽ അതിന് കഴിയുമോ? മന്ത്രിയെ പിന്നെ നിയമസഭ പ്രസംഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതല്ല നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിപക്ഷമായതുകൊണ്ടല്ല, പ്രതിപക്ഷ സ്വരമാണെന്ന് നിങ്ങൾക്ക് തോന്നുക. പ്രതിപക്ഷ സ്വരം അല്ലത്. അത് നമ്മളെ മന്ത്രിമാരെ അല്ലല്ലോ കുറ്റപ്പെടുത്തുന്നത്, സർക്കാരിനെ അല്ലല്ലോ കുറ്റപ്പെടുത്തുന്നത്. നമ്മുടെ സിസ്റ്റത്തിൽ ചില കുഴപ്പങ്ങളുണ്ട്. ഞാനിപ്പോൾ എന്താണ് പറഞ്ഞത്, സിസ്റ്റത്തിലുള്ള കുഴപ്പമാണ് ചോർച്ചകൾ അടയ്ക്കുക. സിസ്റ്റത്തിൽ കുഴപ്പമുണ്ട്. ആ സിസ്റ്റത്തെ പരിഹരിക്കാനാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നില്ല, ഒരു ഫയലിൽ അനേകം ജീവൻ ഉറങ്ങുകയാണ്, ജീവിതം ഉറങ്ങുകയാണെന്ന് പറയുന്നത്. അത് ഓർത്താൽ മതി. ആ ഫയൽ സിസ്റ്റത്തിന്റെ ഭാഗമായി ചുവപ്പ് നടയിൽ കുടുങ്ങിയാൽ അനേക ജീവിതങ്ങൾ അതിൽ കുടുങ്ങുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കണം. ഒരു ഫയൽ തീർപ്പാക്കാൻ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ, വിദ്യാസമ്പന്നനായ ഉദ്യോഗസ്ഥന് പരമാവധി 1 മണിക്കൂർ മതി, വേണോ വേണ്ടോ എന്ന് എഴുതാൻ. 5 ദിവസത്തിൽ കൂടുതൽ ഒരു ഫയൽ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? അവിടെയാണ് അഴിമതി നടക്കുന്നത്. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ UDF ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉമ്മൻചാണ്ടിക്കെതിരെ ഗൂഢാലോചന നടത്തിയ കേസിലെ മുഖ്യപ്രതിയാണ് ഗണേഷ് എന്നും സതീശൻ പറഞ്ഞു. കേരളത്തിൽ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ ജയിലിൽ കിടക്കുകയും മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കിടക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ മന്ത്രിസഭാ സത്യപ്രതിജ്ഞ, മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ UDF ബഹിഷ്കരിക്കും എന്ന കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതുമായിട്ട് യോജിച്ചു പോകാൻ പറ്റില്ല. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഹൃദയത്തിലുള്ള ആളാണ് ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രായം ചെന്ന സമയത്താണ് ഒരില്ലാത്ത കേസിൽ കുടുക്കി അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. ആ ശ്രമത്തിന്റെ പുറകിലുള്ള ഗൂഢാലോചനയിലെ പ്രധാന പങ്കാളിയെ മന്ത്രിയാക്കിക്കൊണ്ട് അധികാരത്തിൽ വരാൻ കഴിഞ്ഞതിന് ശ്രീ പിണറായി വിജയൻ നന്ദി പ്രകടിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതൊരു കാരണവശാലും വെച്ചുപൊറിപ്പിക്കാൻ കഴിയില്ല. നവകേരള സദസ്സിലൂടെ കേരളത്തെ മുഖ്യമന്ത്രി കലാപഭൂമിയാക്കി മാറ്റിയെന്ന് VD സതീശൻ. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ അപായപ്പെടുത്താൻ ശ്രമിച്ചു. കേരളത്തിലെ CPMകാരുടെ അവസാന കാലഘട്ടം ഗുണ്ടകളുടെ വിളയാട്ടമാണെന്നും യോഗം ചേർന്ന് UDF സമരപരിപാടികൾ തീരുമാനിക്കുമെന്നും സതീശൻ പറഞ്ഞു. കോൺഗ്രസ് മാർച്ചിലെ പോലീസ് നടപടി അവകാശ ലംഘനത്തിന് നോട്ടീസ്. മുഖ്യമന്ത്രിക്ക് പോലീസ് മേധാവിക്കുമെതിരെയാണ് നോട്ടീസ്. AP അനിൽകുമാറാണ് സ്പീക്കർക്ക് നോട്ടീസ് നൽകിയത്.
ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ് ഉൾപ്പെടെയുള്ളവർ മർദ്ദിച്ച കേസിൽ പരാതിക്കാരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. AD തോമസ്, അജയ് ജുവൽ കുര്യാക്കോസ് എന്നിവരുടെ മൊഴിയാണ് ആലപ്പുഴ സൗത്ത് പോലീസ് രേഖപ്പെടുത്തുക. മർദ്ദനമേറ്റവർ നൽകിയ ഹർജിയിൽ ആലപ്പുഴ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. ഡിസംബർ 14 നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോകുന്നതിനിടയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ആലപ്പുഴ ജലനാശുപത്രി ജംഗ്ഷനിലെ റോഡരികിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച തോമസിനെയും അജയെയും ലോക്കൽ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ പിറകെ വന്ന മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സന്ദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ മൃഗീയമായി അടിക്കുകയായിരുന്നു. വീണുകിടന്ന പ്രവർത്തകരെ പോലീസ് നോക്കി നിൽക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വളഞ്ഞിട്ട് തല്ലി. നിയമം മറികടന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അതിക്രമം കേരളം മുഴുവൻ ചർച്ചയായെങ്കിലും മുഖ്യമന്ത്രി സംഭവം കണ്ടിട്ട് പോലുമില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചത്. മർദ്ദനമേറ്റ പ്രവർത്തകർ പരാതിയുമായി ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിനെ സമീപിച്ചെങ്കിലും സൗത്ത് പോലീസ് നൽകിയ റിപ്പോർട്ടിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായുണ്ടായ സ്വാഭാവിക പ്രതികരണം മാത്രമെന്ന് വിലയിരുത്തി തള്ളുകയായിരുന്നു. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി കാണാത്ത സംഭവത്തിൽ കോടതിയുടെ സമയോചിതമായ ഇടപെടൽ. ആലപ്പുഴ സൗത്ത് പോലീസിലും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി കൊടുത്തു. എന്നാൽ അതിലൊന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ, അദ്ദേഹം ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുമ്പോൾ ഞങ്ങൾക്ക് ന്യായമായതൊന്നും ലഭിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ന്യായം സംരക്ഷിക്കില്ല എന്നുള്ള ബോധ്യത്തിലാണ് ഞങ്ങൾ കോടതിയെ സമീപിച്ചതും സ്വകാര്യ അന്യായം ഫയൽ ചെയ്തതും. കേസിൽ അനിൽ കല്ലിയൂർ 1ാം പ്രതിയും 2ാം പ്രതി സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപുമാണ്. കണ്ടാലറിയുന്ന മുഖ്യമന്ത്രിയുടെ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെയും കേസുണ്ട്. പോലീസ് തടഞ്ഞു മാറ്റിയതിനു ശേഷമാണ് അനിൽ കല്ലിയൂർ ഉൾപ്പെടെയുള്ളവർ പരാതിക്കാരെ മർദ്ദിച്ചതെന്ന് FIR വ്യക്തമാക്കുന്നു. ഇവരുടെ മർദ്ദനത്തിൽ KSU നേതാവ് തോമസിന്റെ തലയ്ക്ക് പരിക്കേൽക്കുകയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അജയുടെ കൈയുടെ എല്ലിന് പൊട്ടലേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളും FIRൽ സൂചിപ്പിക്കുന്നു. ന്യൂസ് 18 ആലപ്പുഴ. പോലീസിനെതിരായ അക്രമങ്ങളെ രൂക്ഷമായി വിമർശിച്ച് പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ പോലീസിന്റെ സമചിത്തത ദൗർബല്യമായി കാണരുതെന്ന് ജനറൽ സെക്രട്ടറി CR ബൈജുവിന്റെ FB പോസ്റ്റ്. ഈ സഹനം രാജ്യത്ത് കേരള പോലീസിന് മാത്രമുള്ളതാണ്. ആരുടെയും ഔദാര്യമായി കിട്ടിയതല്ല പോലീസ് ജോലി. തരം താണ ഭീഷണികളെ നിയമപരമായി നേരിടുമെന്നും ഭീഷണികൾ പേക്കോമരക്കളുടെ ജൽപ്പനമെന്നും പോസ്റ്റിൽ പറയുന്നു. മാധ്യമപ്രവർത്തകയ്ക്കെതിരായ കേസിൽ സർക്കാരിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് എടുത്തിരിക്കുന്നതെന്ന് EP ജയരാജൻ. പോലീസ് കൃത്യമായി ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. 101% വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയുള്ളൂവെന്നും EP പറഞ്ഞു. ഒരു മാധ്യമപ്രവർത്തകർക്ക് നേരെയും അനാവശ്യമായ ഒരു കേസും രജിസ്റ്റർ ചെയ്യുകയില്ല. പക്ഷെ മാധ്യമപ്രവർത്തകരായിരിക്കണം. ഗവൺമെന്റ് ലഭിച്ചിട്ടുള്ള വളരെ വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായ ധാരണയുണ്ടെങ്കിലേ ഗവൺമെന്റ് എന്തും നടപടി സ്വീകരിക്കൂ. പ്രത്യേകിച്ച് മാധ്യമക്കാരൊക്കെ ആകുമ്പോൾ വളരെ നല്ലതുപോലെ ശ്രദ്ധിച്ച് ഒരു പെശകും പറ്റാതിരിക്കാൻ വളരെ ജാഗ്രത കാണിക്കാറുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജാഗ്രത കാണിക്കുന്നുണ്ട്. 100% അല്ല 101% വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ മാധ്യമപ്രവർത്തകർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് നടപടിയെടുക്കൂ. നിങ്ങൾക്കത് വിശ്വസിക്കാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ കേരള രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിച്ചാണ് നവകേരള സദസ്സ് അവസാനിച്ചത്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് നേരിട്ട് കടക്കാൻ ഇടതുമുന്നണിയെ നവകേരള സദസ്സ് സഹായിച്ചു. സർക്കാരിനെതിരെയുള്ള ഉശിരൻ പ്രതിഷേധങ്ങളിലൂടെ പ്രതിപക്ഷവും പോരിന് സജ്ജമായി. കാസർഗോഡ് സർക്കാർ അതിഥി മന്ദിരത്തിന് മുന്നിൽ നിന്ന് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കൊണ്ട് നവകേരള ബസ് ഓടിത്തുടങ്ങിയപ്പോൾ കേരള രാഷ്ട്രീയവും ഒപ്പം ചലിച്ചു. ബസിന്റെ ആഡംബരം എത്ര എന്നതിനെ ചൊല്ലിയായിരുന്നു ആദ്യ വിവാദം. പിന്നെ രാഷ്ട്രീയ പ്രചാരണത്തിന് സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുക്കുന്നു എന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തി. രാഷ്ട്രീയ പരിപാടിയല്ലെന്നും സർക്കാർ പരിപാടി മാത്രമാണെന്നും പറഞ്ഞ സർക്കാർ പ്രതിരോധിച്ചു. എങ്കിലും നവകേരള സദസ്സിന്റെ ആദ്യവസാനം ഉയർന്നു കേട്ടത് രാഷ്ട്രീയ ചർച്ച തന്നെയായിരുന്നു. കേന്ദ്രത്തിനും പ്രതിപക്ഷത്തിനുമെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആഞ്ഞടിച്ചു. നവകേരള സദസ്സിന്റെ വേദികളിൽ ഉള്ള പ്രസംഗങ്ങൾക്ക് പ്രതിപക്ഷം മറുപടിയുമായി എത്തി. കല്യാശ്ശേരിയിൽ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ CPM അനുഭാവികൾ മർദ്ദിച്ചതും മുഖ്യമന്ത്രി അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിച്ചതും വലിയ വിവാദമായി. യാത്ര പോകെ പോകെ ഭരണ പ്രതിപക്ഷ പ്രവർത്തകരുടെ ഏറ്റുമുട്ടൽ തെരുവുകളെ യുദ്ധക്കളമാക്കി. സർവകലാശാല സെനറ്റുകളിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശത്തിനെതിരെ SFI തെരുവിലിറങ്ങി. ഗവർണറുടെ മറുപടിയും തെരുവിലിറങ്ങി SFIയെ വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു.
സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകർന്നുവെന്ന ഗവർണറും ഗവർണർ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നുവെന്ന് രാഷ്ട്രപതിക്ക് പരാതി അയച്ച മുഖ്യമന്ത്രിയും പോരു കടുപ്പിച്ചു. ബ്രാഞ്ച് തലം മുതൽ മുന്നണിയുടെ സംഘടനാ സംവിധാനത്തെ സജീവമാക്കാൻ ഇടതുമുന്നണിയെ നവകേരള സദസ്സ് സഹായിച്ചു എന്ന് ഉറപ്പ്. ഉറങ്ങിക്കിടന്ന പ്രതിപക്ഷത്തിനും അടിയും തിരിച്ചടിയും കൊണ്ട് ജീവൻ വെച്ചു. അവസാന ലാപ്പിൽ പ്രതിഷേധങ്ങളുമായി BJPയും കളം പിടിച്ചു. ചുരുക്കത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അരങ്ങൊരുക്കുകയായിരുന്നു ഭരണമുന്നണിയും UDFും BJPയും. പ്രധാനമന്ത്രിയുടെ വരവും സംസ്ഥാന അധ്യക്ഷന്റെ കേരള യാത്രയും BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേഗം നൽകും. സർക്കാരിനെതിരായ പ്രതിഷേധങ്ങളുടെ മുന്നേറ്റമുണ്ടാക്കാനാണ് UDF ശ്രമം. കേന്ദ്രത്തിനെതിരെ ഡൽഹിയിൽ സമരം ചെയ്തും ഗവർണർക്കെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും പോരാടിയും ഇടതുമുന്നണിയും തയ്യാറെടുക്കുകയാണ്. നവകേരള സദസ്സിനായി നാടിളക്കി മറിച്ചുള്ള പ്രചരണ പരിപാടികളിലൂടെ ഭരണപക്ഷവും സർക്കാരിനെതിരായ സമര പരമ്പരകളിലൂടെ പ്രതിപക്ഷവും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. ഇനി കാത്തിരിക്കുന്നത് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ നാളുകൾ. തിരുവനന്തപുരം ശ്രീകാര്യത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ മണ്ണിനടിയിൽപ്പെട്ട 2 തൊഴിലാളികളെ രക്ഷിച്ചു. ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റി. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടന്നത്. ഓട നിർമ്മാണത്തിനിടെയാണ് തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടത്. ശ്രീകാര്യം മടത്തോടെ രാവിലെ 9:00 ഇവിടെ ഈ സീവേജ് ലൈനായി ഡ്രെയിനേജ് ലൈനായി എടുത്ത കുഴിയിൽ 2 തൊഴിലാളികൾ വീണത്. 4 തൊഴിലാളികളാണ് ഇവിടെ പണിയെടുത്തുകൊണ്ടിരുന്നത്. അതിൽ 2 പേരാണ് ഈ മണ്ണിടിഞ്ഞ് കുഴിയിലേക്ക് വീണത്. അവരെ പിന്നീട് ഒരു 3 മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് ആദ്യം ഒരാളെ നേരത്തെ തന്നെ തിരുവനന്തപുരം ഐരൂപ്പാറ സ്വദേശി വിനയനെ വളരെ പെട്ടെന്ന് തന്നെ രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. അദ്ദേഹത്തിന് ആരോഗ്യം തൃപ്തികരമായിരുന്നു. എന്നാൽ ബീഹാർ സ്വദേശി ദീപക് 3 മണിക്കൂറിലേറെ ഈ കുഴിയിൽ കിടക്കേണ്ടി വന്നു. വളരെ പണിപ്പെട്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് അദ്ദേഹത്തെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ഫയർഫോഴ്സ് സംഘത്തിൻ്റെ വലിയ പരിശ്രമമാണ് ഇതിന് പിന്നിൽ. നാട്ടുകാരും പോലീസും ഒക്കെ രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടായിരുന്നു. ഏകദേശം 4 സ്റ്റേഷനിൽ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്തു, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ എത്തിയപ്പോൾ തന്നെ ഇവർ ഒരു വിധത്തിന് അവർ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. മണ്ണ് വീഴാത്ത വിധത്തിൽ തടഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മൾ പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം നമ്മൾ JCB ഇറ്റാച്ചി ഓപ്പറേറ്റ് ചെയ്ത പയ്യൻ നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്തു തന്നു. നമ്മുടെ ക്രൂ ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്തു. നമുക്ക് അഭിമാനമുണ്ട്. ഏറ്റവും നല്ല സന്തോഷം തോന്നുന്നു. ഏതായാലും 3 മണിക്കൂറിലേറെ ഏകദേശം 12:45 കൂടിയാണ് ഇദ്ദേഹത്തെ ദീപകിനെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞത്. ദീപകിനെ ആശുപത്രിയിലേക്ക് മാറ്റി. അദ്ദേഹം നടന്നു തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കൊപ്പം ആംബുലൻസിലേക്ക് കയറിയത്. അത് തന്നെ ആശ്വാസമുള്ള കാഴ്ചയായിരുന്നു. കാരണം മണിക്കൂറുകളേറെ മണ്ണിനടി കിടന്ന ആളാണ്. സ്വാഭാവികമായും അതിൻ്റെ അസ്വസ്ഥത ഉണ്ടെങ്കിൽ പോലും കാര്യമായ ആരോഗ്യ പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കാം. ഇതിനിടെ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ തന്നെ ദീപകിന് ഓക്സിജൻ നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഈ കാണുന്ന ഭാഗത്താണ് ദീപക് വീണ് അകപ്പെട്ടു പോയത്. കളിമണ്ണാണ് അടിയിൽ. പണ്ട് വയലായിരുന്ന പ്രദേശം, അതുകൊണ്ട് തന്നെ കളിമണ്ണാണ്. മണ്ണിന് അപ്പുറത്തേക്ക് കളിമണ്ണാണ് ഇവിടെ കൂടുതലുള്ളത്. അതിനടിയിൽ പുതഞ്ഞു പോവുകയായിരുന്നു. വളരെ പണിപ്പെട്ടാണ് 3.5 മണിക്കൂറിലേറെ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ദീപകിനെ പുറത്തെത്തിച്ചത്. ഏതായാലും ആശ്വാസകരമായ കാഴ്ചയായിരുന്നു. ദീപക് ഉദ്യോഗസ്ഥർക്കൊപ്പം നടന്ന് ആംബുലൻസിലേക്ക് കയറിപ്പോകുന്നത്. ആരോഗ്യനിലയിൽ കാര്യമായ പ്രശ്നമില്ലെന്ന് തന്നെ കരുതാം. ഇപ്പോഴിവിടെ മണ്ണിടിഞ്ഞു വീഴാവുന്ന സാഹചര്യമുണ്ട് വശത്തു നിന്നൊക്കെ. ഏതായാലും തൽക്കാലത്തേക്ക് ഇവിടെ പണി നിർത്തിവച്ചിരിക്കുകയാണ്. കൂടുതൽ സുരക്ഷ ഉറപ്പാക്കിയ ശേഷം പണി പുനരാരംഭിക്കുക. വയനാട് വാഗേരി CCയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. 8 മാസം പ്രായമുള്ള പശുക്കിടാവിനെ കടുവ കൊന്നു. സ്ഥലത്തെത്തിയ വനവകുപ്പ് പ്രദേശത്ത് 10 ക്യാമറകൾ സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസം ഒരാളെ കൊലപ്പെടുത്തിയ നരഭോജി കടുവയെ വനവകുപ്പ് പിടികൂടിയ കൂടല്ലൂരിന് സമീപമാണ് വീണ്ടും കടുവയുടെ ആക്രമണമുണ്ടായത്. ഇന്ന് രാവിലെയാണ് ഞാറയ്ക്കൽ സുരേന്ദ്രന്റെ 8 മാസം പ്രായമായ പശുക്കിടാവിനെ തൊഴുത്തിൽ പാതി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രഭാത നടത്തത്തിനിറങ്ങിയ വീട്ടുകാർ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ വനവകുപ്പിനെ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ വനവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കടുവയാക്രമണമാണെന്ന് സ്ഥിരീകരിച്ചു. നേരത്തെ യുവ കർഷകന്റെ ജീവനെടുത്ത നരഭോജി കടുവയെ പിടികൂടിയ കൂടല്ലൂരിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രം അകലെയാണ് CC. വീണ്ടും കടുവ ഇറങ്ങിയതോടെ കടുത്ത ഭീതിയിലാണ് പ്രദേശവാസികൾ. കാർഷിക മേഖലയിൽ ഇപ്പോൾ ഞങ്ങൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ കൃഷിയെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത്. ഇതിൽ മുടക്കൊല്ലിൽ നടന്ന അത് സംഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിയമ നടപടികളെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് എത്രയും പെട്ടെന്ന് ഉണ്ടാകണം. 2 തവണ ഇവിടുന്ന് കടുവരെ പിടിച്ചിട്ടുണ്ട്. ഈ നടപടിക്രമങ്ങളെ കുറിച്ച് നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ, നിങ്ങൾ കൂടുമായിട്ട് വരിക, ഇവിടെ സ്ഥാപിക്കുക. ഇന്ന് വൈകുന്നേരം ഈ കടുവ കൂട്ടിക്കയറും. അത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതേസമയം പ്രദേശത്തെത്തിയ വനപാലകർ 10 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്.
കടുവയെ എത്രയും പെട്ടെന്ന് കൂടുവച്ച് പിടിക്കണമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 വയനാട്. കുർബാന തർക്കത്തെ തുടർന്ന് അടച്ച എറണാകുളം സെയിന്റ് മേരീസ് ബസലിക്ക ക്രിസ്തുമസ് ദിനത്തിലും തുറക്കില്ല. സമാധാന അന്തരീക്ഷം ഉണ്ടാകും വരെ പള്ളി അടച്ചിടുമെന്ന് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി പുതുവേലിൽ വ്യക്തമാക്കി. തീരുമാനത്തിനെതിരെ ഔദ്യോഗിക വിഭാഗം രംഗത്തെത്തി. ഏകീകൃത കുർബാന തർക്കം തുടരുന്നതോടെയാണ് സെന്റ് മേരീസ് ബസലിക്ക ക്രിസ്മസിനും തുറക്കേണ്ടെന്ന തീരുമാനം വന്നത്. അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ബോസ്കോ പുത്തൂരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പള്ളി തുറക്കേണ്ടെന്ന തീരുമാനത്തിലെത്തിയതെന്ന് ബസലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ആന്റണി പൂതവേലിൽ പറഞ്ഞു. അവരുടെ ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സിറിൽ വാസിൽ പിതാവും അഡ്വോക്കേറ്റ് കമ്മിറ്റിക്കാരും തമ്മിൽ സംസാരിച്ച കാര്യം പൗരസ്ത്യ തിരുസംഘ അധ്യക്ഷനെ അറിയിക്കുകയും അദ്ദേഹം വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയെ അറിയിക്കുകയും ആ സ്റ്റേറ്റ് സെക്രട്ടറി മാർപ്പാപ്പയുമായിട്ട് ബന്ധപ്പെട്ട് മാർപ്പാപ്പയാണ് ഈ ധാരണയെ അംഗീകരിക്കാത്ത ആ ഒരു നിലപാട് അറിയിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം പള്ളി തുറന്ന് ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഔദ്യോഗിക വിഭാഗം. മാർപ്പാപ്പയുടെ നിർദ്ദേശം അംഗീകരിക്കാത്തയാൾ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് പിന്മാറണമെന്നും ബോസ്കോ പുത്തൂർ വിമതരുടെ പിടിയിലെന്നും വിശ്വാസികൾ ആരോപിച്ചു. ഇവിടുത്തെ ബോസ്കോ പുത്തൂർ പിതാവിനെ ഇമ്മീഡിയറ്റ് മാർപ്പാപ്പ എത്രയും വേഗം മാറ്റി സഭയെ അനുസരിക്കുന്ന പുതിയ അഡ്മിനിസ്ട്രേറ്ററെ, ഒരാൾക്ക് പോലും വഴങ്ങാത്തൊരു അഡ്മിനിസ്ട്രേറ്ററെ ഈ സഭ നന്നാക്കാൻ വേണ്ടി എത്രയും വേഗം ഇവിടെ നിയോഗിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വേദന കേൾക്കാനായിട്ട് ആരുമില്ല. ഇപ്പം ഞങ്ങൾക്കുണ്ടായിരുന്ന വലിയ പിതാവ് രാജിവെച്ച് പോയി, ഞങ്ങൾക്കുണ്ടായിരുന്ന മുന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ രാജിവെച്ച് പോയി. ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ തീർത്തും വിമതരുടെ പിടിയിൽ തന്നെയാണ്. ഇത് നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഞങ്ങളുടെ വേദനയായിട്ട് നിങ്ങൾ കണക്കാക്കുക. തിരക്ക് മുന്നിൽ കണ്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. അതേസമയം ഇന്നും വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. ശബരിമല സന്നിധാനത്ത് മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ഇന്ന് മാധ്യമങ്ങളെ കണ്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു. 26-ാം തീയതി വൈകുന്നേരം 5:15 തങ്കയങ്കി ദേവസ്വത്തിന്റെ പ്രതിനിധികൾ ശരംകുത്തിയിൽ നിന്നും ഏറ്റുവാങ്ങും. തുടർന്ന് സന്നിധാനത്ത് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. അന്നേ ദിവസം വൈകുന്നേരം 5 മണിക്കാകും നട തുറക്കുക. 27-ാം തീയതിയാണ് മണ്ഡലപൂജ. 10:30-നും 11:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ നടക്കുക. അന്ന് രാവിലെ 9:45 വരെ മാത്രമേ നെയ്യഭിഷേകത്തിനുള്ള അവസരം ഉണ്ടാവുകയെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം 26, 27 തീയതികളിൽ വെർച്വൽ ക്യൂ ബുക്കിങ്ങിനും ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 26-ാം തീയതി 60,000 പേർക്കും 27-ാം തീയതി 70,000 പേർക്ക് മാത്രമാണ് വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അവസരമുണ്ടാവുകയുള്ളൂ. ഇത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നടപടിയെന്നും അദ്ദേഹം വിശദീകരിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശർക്കരയുടെ കുറവ് പരിഹരിക്കുവാൻ 5 ലക്ഷം ടൺ ശർക്കര അധികമായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടെന്നും PS പ്രശാന്ത് പറഞ്ഞു. അരവണയുടെ ഒരു കുറവ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചതെന്നും കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിൽ നിന്നും ശർക്കര എത്തുന്നതിൽ കാലതാമസം വന്നതുകൊണ്ടാണ് അരവണ വിതരണത്തിൽ ചെറിയ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വലിയ ഷോർട്ടേജ് ഉണ്ട് അവിടുന്ന്. ശർക്കരയുടെ കാര്യത്തിൽ മഹാരാഷ്ട്രയിലെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഷോർട്ടേജ് ഉള്ളതിൻ്റെ ഇന്നലെ 2 ലോഡും ഇന്ന് രാത്രി 2 ലോഡ് വരും, നാളെ രാവിലെ വീണ്ടും 1 ലോഡ് വരും. അതിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന 5 ലക്ഷം ലോഡിന്റെ കാര്യം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇന്ന് സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉച്ചവരേക്കും 50,000-ലധികം അയ്യപ്പന്മാരാണ് 18-ാം പടി കയറിയതെന്നാണ് പോലീസിന്റെ കണക്കുള്ളത്. കഴിഞ്ഞ ദിവസവും സമാനമായ തിരക്കുണ്ടായിരുന്നു. തിരക്ക് വർദ്ധിച്ചതോടെ പമ്പ മുതൽ സന്നിധാനം വരെ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. പലയിടങ്ങളിലും അയ്യപ്പന്മാർക്ക് ഏറെ നേരം കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. 8-10 മണിക്കൂർ വരി നിൽക്കേണ്ട സാഹചര്യമാണ് സന്നിധാനത്തുള്ളത്. ഈ തിരക്ക് വരും ദിവസങ്ങളിലും തുടരും എന്ന കണക്കൂട്ടലിലാണ് അധികൃതരുള്ളത്. KP ധനേഷിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. മണ്ഡലപൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. 26-ന് ഉച്ചയ്ക്ക് 1:30-ക്ക് തങ്കയങ്കി പമ്പയിലെത്തും. അന്ന് വൈകുന്നേരം 5:15-ന് ശരംകുത്തിയിൽ നിന്ന് ദേവസ്വം ബോർഡ് സ്വീകരിക്കുമെന്നും PS പ്രശാന്ത് വ്യക്തമാക്കി. ശബരിമല സന്നിധാനത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ കർപ്പൂരാഴി ഘോഷയാത്ര. സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം കൊടിമരത്തിന് മുന്നിൽ നിന്ന് ക്ഷേത്രം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരും മേൽശാന്തി PN മഹേഷ് നമ്പൂതിരിയും ചേർന്ന് കർപ്പൂരാഴിക്ക് അഗ്നി പകർന്നു. തുടർന്ന്
ക്ഷേത്രത്തിന് വലം വെച്ച് നീങ്ങിയ ഘോഷയാത്ര ഫ്ലൈ ഓവർ കടന്ന് മാളികപ്പുറം ക്ഷേത്ര സന്നിധി വഴി നടപ്പന്തൽ വലം വെച്ച് 18-ാം പടിക്ക് മുന്നിൽ സമാപിച്ചു. വർണ്ണക്കാവടിയും മയൂർ നൃത്തവും വിളക്കാട്ടവും കർപ്പൂരാഴി ഘോഷയാത്രയ്ക്ക് മിഴിവേകി. മലപ്പുറത്ത് 3,30,000 രൂപയുടെ കുഴൽപ്പണം പിടികൂടി. ഇരുമ്പുഴി വെച്ച് നടത്തിയ വാഹന പരിശോധനയിലാണ് രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച പണം പിടികൂടിയത്. മഞ്ചേരി പുല്ലൂർ സ്വദേശി സൈഫുൽ ഇസ്ലാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്കൂട്ടറിൻ്റെ ഡിക്കിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു പണം. 33 ലക്ഷം രൂപയുടെ കുഴൽപ്പണമാണ് പിടികൂടിയത്. ചെങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണം. ആഫ്രിക്കൻ രാജ്യമായ ഗാബോണിൽ നിന്നുള്ള MV സായിബാബ എന്ന കപ്പലിന് നേരെയാണ് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. 25 ഇന്ത്യക്കാർ കപ്പലിലുണ്ട്. കപ്പലിലുള്ളവരെല്ലാം സുരക്ഷിതരാണെന്ന് വ്യോമസേന ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതേസമയം ചരക്ക് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയത് ഇറാനെന്ന് അമേരിക്ക പറഞ്ഞു. വാർത്താക്കുറിപ്പിലൂടെയാണ് പെന്റഗൺ ഇക്കാര്യം വ്യക്തമാക്കിയത്. കപ്പലിൻ്റെ ഉടമസ്ഥാവകാശം ജപ്പാനാണെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇന്നലെയാണ് ഗുജറാത്ത് തീരമായ വെരാവലിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ അകലെ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ സ്ഫോടനവും അഗ്നിബാധയും ഉണ്ടായി. അറ്റകുറ്റപ്പണികൾക്കായി കപ്പൽ മുംബൈ തീരത്തേക്ക് അടുക്കുകയാണ്. സൗദി അറേബ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലുമായി വന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ഇറാൻ അമേരിക്കയുടെ ആരോപണം നിഷേധിച്ചിട്ടുണ്ട്. പുതിയ ഗുസ്തി ഫെഡറേഷനെ സസ്പെൻഡ് ചെയ്തു കേന്ദ്ര കായിക മന്ത്രാലയം. സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഫെഡറേഷനെയാണ് സസ്പെൻഡ് ചെയ്തത്. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും റദ്ദാക്കിയിട്ടുണ്ട്. സഞ്ജയ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗുസ്തി ഫെഡറേഷനെതിരെ കായിക താരങ്ങളുടെ ഭാഗത്തു നിന്ന് കടുത്ത പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. ഇന്ന് നമ്മുടെ ജീവിതം എല്ലാം പാസ്വേഡിൽ അധിഷ്ഠിതമാണ്. ഇമെയിലിലും UPIക്കും നെറ്റ് ബാങ്കിങ്ങിനും എല്ലാം പാസ്വേഡ് വേണം. ഇത് തിരഞ്ഞെടുക്കുന്നതിൽ അതീവ ശ്രദ്ധ വേണം. ഹാക്കർമാർക്ക് എളുപ്പത്തിൽ കിട്ടുന്നതാകരുത് എന്നതാണ് പ്രത്യേകത. നമുക്ക് നോക്കാം പാസ്വേഡ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാമാണ്. സൈബർ തട്ടിപ്പ് കേസുകൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ സുരക്ഷിതമായ പാസ്വേഡുകൾ തിരഞ്ഞെടുക്കേണ്ടത് വളരെ നിർണായകമാണ്. എന്നാൽ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ ഇന്നും പലരും ഹാക്കർമാർക്ക് വളരെ എളുപ്പത്തിൽ കൈയടക്കാൻ സാധിക്കുന്ന പാസ്വേഡുകളാണ് ഉപയോഗിച്ചു വരുന്നത്. അതും പേരിനൊരു പാസ്വേഡ് എന്ന് മാത്രം പറയാം. എന്നാൽ നിരവധി ആളുകൾ ചെയ്യുന്ന ഈ അബദ്ധം നമുക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമുള്ള സ്വകാര്യ വിവരങ്ങൾ അടക്കം മറ്റൊരാൾക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ ഇതിലൂടെ നമ്മൾ തന്നെയാണ് അനുവദിക്കുന്നതെന്നും പറയാം. ഇപ്പോഴിതാ ലോകമെമ്പാടുമുള്ള ആളുകൾ സാധാരണമായി ഉപയോഗിക്കുന്ന ഒട്ടും സുരക്ഷിതമല്ലാത്ത പാസ്വേഡുകളുടെ പട്ടിക പുറത്തിറക്കിയിരിക്കുകയാണ് നോട്ട് പാസ്വേഡ് എന്ന വെബ്സൈറ്റ്. ഇത് തുടർച്ചയായി 5ാം വർഷമാണ് നോട്ട് പാസ്വേഡ് ഹാക്കർമാർക്ക് നിമിഷ നേരം കൊണ്ട് തകർക്കാവുന്ന പാസ്വേഡുകളുടെ ലിസ്റ്റ് പുറത്തുവിടുന്നത്. ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ 3.6 ലക്ഷത്തിലധികം തവണ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും സാധാരണമായ പാസ്വേഡ് 123456 ആണ് എന്ന് കണ്ടെത്തി. ഇത് വെറും 1 സെക്കൻഡിനുള്ളിൽ തന്നെ ഹാക്കർമാർക്ക് കണ്ടെത്താനാകും എന്നാണ് പറയപ്പെടുന്നത്. ഇനി ഈ വർഷം ഇന്ത്യയിലെ ആളുകൾ സാധാരണയായി ഉപയോഗിച്ചിട്ടുള്ള പാസ്വേഡുകളും ഹാക്കർമാർക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ എടുത്ത സമയവും പരിശോധിക്കാം. 123456 1 സെക്കൻഡിൽ താഴെ. 12345678 1 സെക്കൻഡിൽ താഴെ. 123455 1 സെക്കൻഡ്. പാസ് അറ്റ് 123 5 മിനിറ്റ്. 12345678 1 സെക്കൻഡിൽ താഴെ. അഡ്മിൻ അറ്റ് 123 1 വർഷം. ഇന്ത്യ അറ്റ് 123 3 മണിക്കൂർ. അഡ്മിൻ സ്പേസ് അറ്റ് 123 34 മിനിറ്റ്. അതേസമയം ആഗോളതലത്തിലും അഡ്മിന്മാരടക്കം ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന പാസ്വേഡാണ് 123456 എന്നും പഠനത്തിൽ വ്യക്തമായി. അതിനാൽ നിങ്ങളുടെ പാസ്വേഡ് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ മാറ്റുന്നതായിരിക്കും ഉചിതം. വലിയ അക്ഷരങ്ങൾ, ചെറിയ അക്ഷരങ്ങൾ, അക്കങ്ങൾ, ചിഹ്നങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാസ്വേഡ് തയ്യാറാക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതമെന്നും സൈബർ സുരക്ഷാ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു.
വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ചരിത്ര വിജയം സ്വന്തമാക്കി ഇന്ത്യ. വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിന്റെ അവസാന ദിവസം 8 വിക്കറ്റിന് തകർപ്പൻ വിജയമാണ് ഇന്ത്യൻ വനിതകൾ സ്വന്തമാക്കിയത്. രണ്ടാം ഇന്നിംഗ്സിൽ 75 റൺസിന്റെ വിജയലക്ഷ്യം ഇന്ത്യ അനായാസം നേടിയെടുത്തു. മത്സരത്തിന്റെ 4ാം ദിനം രാവിലെ തന്നെ ഓസ്ട്രേലിയ ഇന്ത്യൻ വനിതകൾക്ക് മുന്നിൽ കീഴടങ്ങി. രണ്ടാം ഇന്നിംഗ്സിൽ 261 റൺസിന് ഓസ്ട്രേലിയ ഓൾ ഔട്ടായി. 5-ന് 233 എന്ന നിലയിലാണ് ഓസ്ട്രേലിയ ബാറ്റിംഗ് പുനരാരംഭിച്ചത്. 4 വിക്കറ്റെടുത്ത സ്നേഹ് റാണ, 2 വീതം വിക്കറ്റുകളെടുത്ത രാജേശ്വരി, ഗെയ്ക്വാദ്, ഹർമൻപ്രീത് കൗർ എന്നിവരാണ് ഓസ്ട്രേലിയയെ തകർത്തത്. ആദ്യ ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 219 റൺസിൽ എല്ലാവരും പുറത്തായി. ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 406 റൺസ് നേടി. 145 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ഓസീസ് വനിതകൾക്കെതിരെ ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് വിജയമാണ് ഇത്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5775, പവന് 46,200, വെള്ളി ഗ്രാമിന് 81, കിലോയ്ക്ക് 81,000, പ്ലാറ്റിനം ഗ്രാമിന് 3503, ഔൺസിന് 1,08,955. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ഇന്ത്യയിലെ ശതകോടീശ്വരന്മാരിൽ ഒരാളാണ് IT വ്യവസായിയായ ശ്രീധർ വെമ്പു. കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ തെങ്കാശി ആസ്ഥാനമായുള്ള സോഹോ കോർപ്പറേഷന്റെ സ്ഥാപകനും CEOയുമായ ശ്രീധർ വെമ്പു യാഥാർത്ഥ്യമാക്കിയത് ഗ്രാമീണ മേഖലയിൽ നിന്ന് IT കുതിപ്പ് എന്ന സ്വപ്നമാണ്. ബംഗളൂരു നഗരത്തിന്റെ തിരക്കും ഡൽഹിയുടെ മലിനീകരണവും വെറുത്താണ് അദ്ദേഹം തമിഴ്നാടൻ ഗ്രാമത്തിൽ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. ഈ റിപ്പോർട്ടിന് ശേഷം ISL വാർത്തകളുമായി MG മിഥുനും HV നന്ദകുമാറും ചേരും. നമ്മുടെ രാജ്യത്തെ IT-യുടെ തലസ്ഥാനവും ആസ്ഥാനവും എല്ലാം എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരങ്ങൾ ഇങ്ങനെയാവും. ബംഗളൂരു, തിരുവനന്തപുരം, ഹൈദരാബാദ്, നോയിഡ. ഈ നഗരങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് എന്തുകൊണ്ടും ബംഗളൂരു എന്ന പേരായിരിക്കും. എന്നാൽ ബംഗളൂരുവിലെ ട്രാഫിക്കിനെയും ഡൽഹിയിലെ മലിനീകരണത്തെയും വെറുക്കുന്ന ശതകോടീശ്വരനായ ഒരു IT സംരംഭകനുണ്ട്. തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശമായ തെങ്കാശിയിൽ നിന്ന് വിജയത്തിന്റെ ചവിട്ടുപടികൾ കയറിയ സോഹോ കോർപ്പറേഷൻ CEO ശ്രീധർ വെമ്പു. ബംഗളൂരുവിൽ CNBC TV18ഉം moneycontrol.com ചേർന്ന് സംഘടിപ്പിച്ച ഗ്ലോബൽ AI കോൺക്ലേവിൽ സദസ്സിൽ നിന്ന് ഉയർന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോഴാണ് ബംഗളൂരുവിനോടുള്ള തന്റെ അനിഷ്ടം ശ്രീധർ വെമ്പു വെളിപ്പെടുത്തിയത്. Thank you so much, Sridhar, for coming all the way from Tenkasi for the Global AI Conclave. Pleasure as always to listen to you. I'm glad to be in Bangalore always, sir. Huge round of applause. Beautiful weather too, sir. Thank you. Otherwise, Sridhar avoids Bangalore's traffic and Delhi's pollution, but so happy to see you. I come only in the night. I leave late at night, so I never see Bangalore traffic. By the time I arrive here, the traffic hasn't started yet. I leave only after the traffic hits. That's a good strategy. We'll do something similar. 187 ശതകോടീശ്വരന്മാരുള്ള ഇന്ത്യയിൽ അവരെല്ലാം പ്രവർത്തന മണ്ഡലമാക്കി മെട്രോ നഗരങ്ങളിൽ ജീവിക്കുമ്പോഴാണ് ഗ്രാമീണ വികസനത്തിന് പ്രയോക്താവെന്ന് കൂടി ഖ്യാതി കേട്ട ശ്രീധർ വെമ്പുവിന്റെ വേറിട്ട ജീവിതയാത്ര നമുക്കൊരു പാഠപുസ്തകമാകുന്നത്. 2019 തമിഴ്നാട്ടിൽ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന തെങ്കാശിയിൽ ശ്രീധർ വെമ്പു സോഹോയ്ക്ക് കളമൊരുക്കിയത്. പിന്നീട് ബംഗളൂരുവിൽ പോയതും വന്നതുമെല്ലാം നഗരം ഉറങ്ങുന്ന സമയത്തായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. രാത്രി ഏറെ വൈകിയായിരിക്കും എപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിനായി ബംഗളൂരുവിൽ എത്തുക. നഗരത്തിൽ നിന്നുള്ള മടക്കവും അതുപോലെ തന്നെ. അതുകൊണ്ട് ബംഗളൂരുവിലെ ട്രാഫിക് കാണേണ്ടി വരാറില്ല. താൻ ഇവിടെ എത്തുമ്പോൾ നഗരനിരത്തുകൾ തിരക്കിലായിട്ടുണ്ടാകാറില്ല. തിരക്കൊഴിഞ്ഞ ശേഷമാകും മടക്കം. ഇതാണ് എന്റെ സ്ട്രാറ്റജി. ഇങ്ങനെയായിരുന്നു ശ്രീധർ വെമ്പുവിന്റെ മറുപടി. ISL-ൽ സ്വന്തം തട്ടകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല. കാരണം കഴിഞ്ഞ എവേ മത്സരത്തിൽ മുംബൈ FC ആയിരുന്നു എതിരാളിയെങ്കിൽ അന്ന് അവിടെ സ്വന്തം തട്ടകത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തോൽവി നേരിടേണ്ടി വരികയും ചെയ്തു. പിന്നീടുള്ള കയ്യാങ്കളിയൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. എന്തായാലും അതിനുള്ള ഒരു പകരം വീട്ടലിന് കൂടിയാണ് ഇന്ന് കൊച്ചി സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന നിറഞ്ഞ കാണികളുടെ സദസ്സിൽ എന്തായിരിക്കും ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ മെനഞ്ഞു വെച്ചിട്ടുണ്ടാകുക. ആ വിശദാംശങ്ങളിലേക്കൊക്കെ തന്നെ നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്നോടൊപ്പം HV നന്ദകുമാർ കൂടി ചേരുന്നത്. നന്ദൻ, കഴിഞ്ഞ എല്ലാ മത്സരവും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ആൾ കൂടിയാണ് നന്ദൻ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു മത്സരത്തിൽ പ്രധാനപ്പെട്ട താരങ്ങളില്ല എങ്കിൽ പോലും തന്നെ ഈ ഒരു മത്സരം നമുക്ക് എങ്ങനെ വിലയിരുത്താനാകും?
തീർച്ചയായും, കാരണം ഒക്ടോബർ 8 ഒരു ഞായറാഴ്ചയാണ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിലെ ആദ്യ തോൽവി വഴങ്ങിയത്. അത് മുംബൈ സിറ്റി FC-ക്കെതിരെയായിരുന്നു. മറ്റൊരു ഞായറാഴ്ച ഈ ദിവസം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ മത്സരത്തിലുള്ള കണക്ക് അത് തീർക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ കണക്കിലും അതോടൊപ്പം തന്നെ പേപ്പറിലും നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു മുൻതൂക്കമുണ്ട്. കാരണം മുംബൈ സിറ്റിയുടെ 4 താരങ്ങളാണ് കഴിഞ്ഞ മത്സരത്തിൽ 4 ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായിട്ടുള്ളത്. അവരൊക്കെ സസ്പെൻഷനിലാണ്. അത് മാത്രമല്ല പുതിയൊരു കോച്ചിന്റെ കീഴിലാണ് ഇപ്പോൾ മുംബൈ സിറ്റി FC കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ തന്ത്രങ്ങൾ മെനയുമ്പോൾ ആ ഒരു പുതിയ ചട്ടങ്ങളിലേക്ക് താരങ്ങളൊക്കെ തന്നെ മുംബൈ സിറ്റിയുടെ താരങ്ങൾ വരുന്നതേ ഉള്ളൂ. അതൊക്കെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഒരു മുൻകൈ നൽകുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ലൂണ എന്നൊരു താരം ഇല്ല എന്ന് അതിലേക്ക് തന്നെയാണ് നന്ദൻ വരുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ലൂണ ഇല്ലാത്ത ആ ഒരു 11ലേക്ക് അതിൽ പ്രധാനമായും ലൂണയുടെ തന്ത്രങ്ങൾ മെനയുന്നത് അതായത് മിഡിലായിരുന്നു. ആ മിഡിൽ തന്ത്രം മെനയാനുള്ള ലൂണ ഇനി നമ്മോടൊപ്പമില്ല, അതായത് ഈ ഒരു സീസണിലില്ല എന്ന് കോച്ച് വ്യക്തമാക്കി കഴിയുകയും ചെയ്തു. ആ ഒരു അഭാവം അത് എങ്ങനെ നേരിടാനായിരിക്കും ബ്ലാസ്റ്റേഴ്സ് തീരുമാനിക്കുക? എന്തായാലും ആദ്യ 11ൽ ആരൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്? പരിശീലകൻ ഇവാൻ വിക്കോമിനോവിച്ച് തന്നെ അതിന് കൃത്യമായ മറുപടി തന്നു. വലിയൊരു വിടവായിരിക്കും ലൂണയെ സംബന്ധിച്ചിടത്തോളം. ലൂണ ഇല്ലാതെ ഒരു ബ്ലാസ്റ്റേഴ്സ് അത് ആരാധകർക്കും ചിന്തിക്കാൻ കഴിയില്ല. കാരണം അത് ഡിഫൻസിലായാലും ഫോർവേഡിലായാലും എപ്പോഴും ഓടി നടന്ന് കളിക്കുന്ന ഒരു താരം. എല്ലാ തലത്തും ആ ലൂണയെ കാണാൻ കഴിയുന്നു. അത് പ്രതിരോധ നിരത്തിൽ വരെ നമ്മൾ കണ്ട സമയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ലൂണയുടെ അഭാവം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് വലിയ തിരിച്ചടിയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മാന്ത്രികനായിരുന്നു ലൂണ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലൂണ ഇല്ലാത്തത് കൊണ്ട് ഇനി കൂടുതൽ താരങ്ങൾ ഈ ഡൈസുക്കോ ഒക്കെ അടക്കമുള്ള ജപ്പാനീസ് താരത്തിനെ ആയിരിക്കും ഇനി കേന്ദ്രീകരിച്ച് ഇവാൻ വിക്കോമിനോവിച്ച് ഇന്ന് കളിക്കളത്തിൽ ഇറക്കുക. അതിന് പകരം പ്രതിരോധ നിരയിൽ നിന്ന് ഒരു വിദേശ താരത്തെ പിൻവലിച്ച് അവിടെ ഒരു ഇന്ത്യൻ താരത്തെ കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ മത്സരത്തിൽ സസ്പെൻഷനിലായിരുന്ന ഡാനിഷ് ഫറൂഖ് ടീമിലേക്ക് വരുന്നുണ്ട്. പ്രഭീർ ദാസ് പ്രതിരോധ നിരയിലേക്കും കോച്ചും തിരികെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതീക്ഷയാണ്. അതോടൊപ്പം തന്നെ കോച്ച് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഇന്ത്യൻ താരങ്ങൾ അതിന് ആ ഒരു ലൂണയുടെ ആ ഒരു അഭാവം മറികടക്കാൻ തരത്തിലേക്കുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കണം, അങ്ങനെ ഒരു തരത്തിലേക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യണം എന്ന് തന്നെയാണ് ഇവാൻ വിക്കോമിനോവിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരത്തിലേതുപോലെ ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് FC നടന്ന മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങളുടെ ഒരു മധ്യനിരയാണ് കണ്ടത്. ആ രീതിയിലുള്ള ഒരു മധ്യനിരയും അതോടൊപ്പം തന്നെ ഡൈസുക്കെ സാക്ക എന്ന ജപ്പനീസ് താരത്തിന്റെയും പെപ്രയും ഡയമൻറ്റക്കോസും ഈ താരങ്ങളുടെയൊക്കെ തന്നെ ഒരു പ്രകടനമായിരിക്കും ഇന്ന് ഏറ്റവും നിർണായകമായി കാണേണ്ടത്. അതോടൊപ്പം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധവും. ലെസ്കോവിച്ചോ അല്ലെങ്കിൽ മിലോസോ ആയിരിക്കും, ഡ്രിൻസിച്ച് ആയിരിക്കും ചിലപ്പം ഇന്ന് ഇറങ്ങുക. ആ കാര്യങ്ങളിലൊക്കെ തന്നെ അന്തിമ 11 ആയി വരുന്നതേ ഉള്ളൂ. എന്തായാലും പ്രവീർ ദാസും മിലോസ് ഡ്രിൻസിച്ചും അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങൾ ഇന്ന് കളിക്കും. അവിടെയും നമ്മൾ ഏറ്റവും ആശങ്ക മറ്റ് താരങ്ങളുടെയൊക്കെ തന്നെ ജിക്സൺ സിംഗ് അടക്കമുള്ള താരങ്ങൾ പുറത്തു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡാനിഷ് ഫറൂഖ് ഇന്ന് എങ്ങനെ കളിക്കും ആ രീതിയിൽ തന്നെ ആയിരിക്കും ഇന്നത്തെ ഒരു ലൈനപ്പ് ഉണ്ടാവുക. മികച്ച ലൈനപ്പ് തന്നെയായിരിക്കും ഇന്നുണ്ടാവുക. അതോടൊപ്പം തന്നെ ആരാധകർ ഏറ്റവും കൂടുതൽ ആശങ്ക പങ്കുവയ്ക്കുന്നത് അത് ലൂണ എന്ന താരത്തെ തന്നെയാണ്. ലൂണയുടെ ഒരു അഭാവം അതിനി ബ്ലാസ്റ്റേഴ്സിന്റെ ഏത് ലൈനപ്പ് എടുത്താൽ ലൂണയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി. തീർച്ചയായും അത് നന്ദൻ സൂചിപ്പിച്ച വേറൊരു കാര്യമുണ്ട്. അതായത് ഈ പെപ്രയുടെ ഒരു കളിമുഖവ് താരത്തിന് ഇതുവരെയും ഒരു താരത്തിൻ്റെതായ രീതിയിലുള്ള ഒരു കളിമുഖവ് കാഴ്ചവെക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരു മത്സരത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഗോൾ മാത്രമായിരിക്കും ഈ സീസണിൽ അടിച്ചിട്ടുള്ളത്. പക്ഷേ താരത്തിന് മുന്നേറ്റ നിരയിൽ മികച്ച രീതിയിൽ അവസരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. പക്ഷേ അത് കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അത് കോച്ച് അതുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള പത്രസമ്മേളനങ്ങൾ പറഞ്ഞാണ് പെപ്ര തിരിച്ചു വരും, പെപ്ര വീണ്ടും ഒരു ഗോൾ അടിക്കും. അതിനുശേഷമുള്ള ഒരു മത്സരത്തിലായിരുന്നു ആ ഗോൾ അടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പിന്നീട് വീണ്ടും നിറം വാങ്ങുന്ന കാഴ്ച. അങ്ങനെ ഒരു ടീമുമായി ഇനി മുന്നോട്ട് പോകുമ്പോൾ, കാരണം പ്രധാനപ്പെട്ട താരം ലൂണ നമുക്കിപ്പോൾ ഇനി ഉണ്ടാകില്ല. ഇനി ജനുവരിയിലായിരിക്കാം അടുത്ത ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ തുറന്ന് അതിനുശേഷം ഏത് താരമാണ് വരുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. അതിന് മുമ്പ് വീണ്ടും കുറേയധികം മത്സരങ്ങളുണ്ട് താരം. അപ്പോൾ എങ്ങനെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ നേരിടാൻ പോകുന്നത്? ഏറ്റവും പ്രധാനം ഈ നേരത്തെ മുന്നേറ്റ നിര തന്നെയാണ്. പെപ്ര ഗോൾ അടിക്കുന്നില്ല, ഡയമൻറ്റക്കോസ് ബോൾ കിട്ടാതെ അലയുന്നു അടക്കമുള്ള ഒരു ആശങ്കകളാണ് ആരാധകരും പങ്കുവയ്ക്കുന്നത്. അവിടെയാണ് കോച്ച് പറഞ്ഞ ഒരു കാര്യം ഏറ്റവും നിർണായകമാവുന്നത്. പെപ്രയുടെ ജോലി അത് ഗോൾ അടിക്കുക മാത്രമല്ല, ചില ബോളുകൾ വിൻ ചെയ്യുക, പൊസഷൻ കീപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ നല്ല സ്ട്രെങ്ത് ഉള്ള ഒരാളാണ് പെപ്ര. അതുകൊണ്ട് തന്നെ കൂടുതൽ 1-to-1 അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പെപ്രയെ ഇറക്കി കൂടുതൽ ബോൾ വിന്നിംഗ് അടക്കമുള്ള കാര്യങ്ങൾ പെപ്ര നടത്തുക. അതുമാത്രമല്ല, നേരത്തെ കോച്ച് പറഞ്ഞത് ഡയമൻറ്റക്കോസ് കഴിഞ്ഞ സീസണിൽ എത്തിയ സമയത്ത് തന്നെ ഒന്ന് സമയമെടുത്തു ടീമുമായിട്ടൊന്ന് ഇണങ്ങിച്ചേർന്ന് കൂടുതൽ മത്സരങ്ങൾ കളിച്ച് ഇന്ത്യൻ കണ്ടീഷനുമായിട്ട് ചേർന്ന് നിന്ന് കൂടുതൽ ഗോൾ അടിക്കാനൊക്കെ തന്നെ ഡയമൻറ്റക്കോസ് കുറച്ച് സമയമെടുത്തു. അതേ രീതിയിലുള്ള സമയം എന്തായാലും പെപ്രയ്ക്ക് കൊടുക്കണം. പെപ്രയെ സംബന്ധിച്ചിടത്തോളം 9 കളികൾ കളിച്ചപ്പോൾ ഒരു ഗോൾ മാത്രമാണ് അടിച്ചിട്ടുള്ളത്. പക്ഷേ 2 അസിസ്റ്റുകളും പെപ്ര നേടിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വരും മത്സരങ്ങളിൽ പെപ്രയ്ക്ക് കൂടുതൽ സാധ്യത തെളിഞ്ഞു വരികയാണ്. പെപ്ര നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ എന്തായാലും ലൂണയുടെ അഭാവം അത് മറികടക്കാൻ എന്തായാലും സാധിക്കും. എന്തായാലും ഡയമൻറ്റക്കോസ്
മാർക്കോസും പെപ്രയും തന്നെയായിരിക്കും ഇന്നത്തെ ഒരു മത്സരത്തിൽ ലൈനപ്പിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിര കാക്കുക. അതോടൊപ്പം തന്നെ ഇന്ത്യൻ താരങ്ങൾ ഉണ്ടാവും. രാഹുൽ KPയും അയ്മനും അടക്കമുള്ള താരങ്ങൾ രണ്ട് വിങ്ങിലും ഉണ്ടാകും. എന്തായാലും കൂടുതൽ സാധ്യതകൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. രാഹുൽ KPയും അയ്മനും ഇതുവരെയും 100% സക്സസ്ഫുൾ പാസ് നൽകിയിട്ടുള്ള രണ്ട് താരങ്ങൾ അവർ രണ്ട് മാത്രമാണ്. അത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളാണെന്നുള്ള പ്രത്യേകതയുണ്ട്. തീർച്ചയായും അത് ബ്ലാസ്റ്റേഴ്സിന് തന്നെ ഏറ്റവും താഴെത്തട്ടിലുള്ള ക്ലബിന്റെ അക്കാഡമിയിൽ കളിച്ച് വളർന്ന് ടീമിലെത്തിയ രണ്ട് താരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർക്കറിയാം, അവരുടെ ഒരു കോമ്പിനേഷൻ അവർക്ക് നന്നായിട്ട് അറിയാം. എന്തായാലും കഴിഞ്ഞ മത്സരത്തിൽ KP രാഹുൽ വളരെ മോശം പ്രകടനമായിരുന്നു എന്നത് വാസ്തവമായിരുന്നു. കാരണം റൈറ്റ് വിങ്ങിലായിരുന്നു രാഹുൽ കളിച്ചത്. റൈറ്റ് വിങ്ങിൽ നിന്നും കൂടുതൽ പാസിലേക്കും ക്രോസിലേക്കും ഒന്നും തന്നെ എത്തിയിരുന്നില്ല. പക്ഷേ അയ്മൻ അവിടെ മികച്ച രീതിയിൽ ഒരു പ്രകടനം നടത്തി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു മത്സരത്തിൽ രാഹുൽ KPയുടെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടതുണ്ട്. രാഹുൽ KP മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നൊരു പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ട്രെയിനിങ്ങിലൊക്കെ തന്നെ മികച്ച ഒരു പ്രകടനം രാഹുൽ KP പങ്കുവച്ചു, അല്ലെങ്കിൽ മത്സരിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ട്രെയിനിങ് സെഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനം ഈ ഒരു താരങ്ങളിൽ ഇന്ത്യൻ താരങ്ങളുടെ ഒരു മികച്ച പ്രകടനം പുറത്തെടുക്കാനായി കഴിഞ്ഞാൽ മുംബൈ സിറ്റി FC തോൽപ്പിക്കാൻ എന്ന് സാധിക്കും. കാരണം മുംബൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രേഗ് സ്റ്റുവർട്ട് എന്നുള്ള മുംബൈയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമാണ്, പ്ലേ മേക്കറാണ്. അതുകൊണ്ട് ഗ്രേഗ് സ്റ്റുവർട്ട് ഇല്ലാതെ മുംബൈ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന് അനുകൂല ഘടകം അവിടെയുണ്ട്. പക്ഷേ ഇന്ത്യൻ താരങ്ങൾ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കേണ്ടത്. തീർച്ചയായും നന്ദൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ആ മത്സരം ഏവരും കാത്തിരിക്കുന്ന ഒരു മത്സരം തന്നെയാണ്. അതായത് അന്നത്തെ ആ തോൽവിക്ക് പകരം വീട്ടുക എന്ന ലക്ഷ്യമുണ്ട്. ഒപ്പം തന്നെ മഞ്ഞപ്പടയ്ക്കും മലയാളി ആരാധകർക്കും ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ആരാധകർക്കും ഒരു ക്രിസ്മസ് സമ്മാനം കൂടി വിജയത്തിലൂടെ നൽകാനായിരിക്കും ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മത്സരം കൊച്ചിയിൽ തീപാറുമെന്നുള്ള കാര്യം സംശയമില്ല. ഏതായാലും രാത്രി 7 മണി മുതൽ മത്സരം തത്സമയം ന്യൂസ് 18 കേരളത്തിൽ കാണാം. നന്ദി.